അപ്പോൾ ഡാൻസ് ഇഷ്ടമുള്ള ആർക്കും ചിലങ്കയും ഇഷ്ടമായിരിക്കില്ലേ? ചിലങ്ക എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ചിലങ്ക ഉണ്ടാക്കണ പേജസിനൊക്കെ കണ്ടിട്ട് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ അമ്മടി എന്നാ റേറ്റാ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഇത് ഉണ്ടാക്കാമല്ലോ. ലാസ്റ്റ് ചിലങ്കയുടെ മണിയൊക്കെ തപ്പിപ്പോയപ്പോഴാണ് അവർ പറഞ്ഞ റേറ്റ് അഫോർഡബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. നല്ല റേറ്റാണ് ഈ ഒറിജിനൽ സാധനത്തിനൊക്കെ. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെയൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറവിൽ ഞാൻ തരും, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് ടീം ടു ഓർഡർ. അങ്ങനെ ഞാൻ ദേ ഉണ്ടാക്കാനുള്ള കരവിതിലേക്ക് കിടന്നു. എന്നെ കാണാനെന്ന് വിചാരിച്ച് ക്യാമറ സൈഡിൽ വെച്ചപ്പോൾ ദേ കണ്ണാടിയിൽ ഞാൻ എൻ്റെ തനി രൂപത്തിൽ കാണുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ദേ ഇതൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റായെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെ റെഡിയാവും, ചിലങ്കയ്ക്ക് കൊളുത്താനുള്ള വള്ളി വല്ലതും വെക്കണ്ടേ. അപ്പോൾ അത് ഞാനങ്ങോട്ട് ഫ്ലോപ്പാക്കി. വേറെ ചട്ടക്കടലാസൊക്കെ എടുത്തിട്ട് വീണ്ടും തകൃതിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വരച്ച് സെറ്റാക്കി. വേറെ മോഡൽ നോക്കിയപ്പോൾ അതിലൊന്നും കൂടി പണി കൂടുതലാണ്. അപ്പം ഇനി നമുക്ക് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ കുറച്ചുകൂടി കട്ടിയാക്കി എടുത്തിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിങ്ങനെ സെറ്റപ്പാക്കി കൊടുക്കണ്ട കേട്ടോ. ഗ്ലൂ ഗൺ അത്യാവശ്യം എൻ്റെ കൈയൊക്കെ പൊള്ളിപ്പോയിരുന്നു. വലിയ പൊള്ളലൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ റെഡി ആയിക്കോളും. അങ്ങനെ നമ്മളിത് ചുറ്റും ഇതേപോലെ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് അടിയിൽ ഞാൻ മറ്റേ വട്ടം പോലത്തെ സാധനം വെച്ചിട്ട് അത് ഗ്ലൂ ഗൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ വട്ടം പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഇത് വിട്ടുപോലെയായിരുന്നു പണി. എന്തായാലും ഞാൻ തളരില്ല രാമക്കുട്ടി എന്ന് വിചാരിച്ചാൽ വെൽവെറ്റിൻ്റെ തുണിയൊക്കെ എടുത്തു. നല്ല റേറ്റുള്ള വെൽവെറ്റിൻ്റെ തുണിയാണ്. എനിക്ക് തന്നത് 250 രൂപയുടെ മുകളിൽ, അല്ല 300 അടുത്ത് പോയി തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കട്ടെ, ചെയ്യുമ്പോൾ അങ്ങോട്ട് നല്ലതിൽ ചെയ്യണേ. അങ്ങനെ നമ്മൾ വെൽവെറ്റ് തുണിയൊക്കെ വെട്ടിക്കൂട്ടി കാണുമ്പോൾ ഭയങ്കര രസമാണെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചിലങ്കോടുള്ള പ്രാന്തോണ്ടാണ് ഞാനത് ഇത്രയും കംപ്ലീറ്റ് ആക്കി എടുത്തത്. അടുത്ത ടാസ്ക് പിന്നെ എൻ്റെ തലയിൽ കയറിയത് ഇത് എങ്ങനെ കെട്ടി വയ്ക്കും. ഒരു വിധത്തിൽ ഞാൻ ചട്ടയൊക്കെ പശ വെച്ച് ഒട്ടിച്ച് കുത്തിക്കൊണ്ട് ഞാൻ ലാസ്റ്റ് മറ്റേ കോമ്പസൊക്കെ വെച്ച് കുത്തിയിട്ടാണ് ഓട്ട ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ക്രോഷ്യറ്റിൻ്റെ റെഡ് നൂലുള്ള കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഒരുവിധം സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ഫുള്ളും കവർ ചെയ്തു. അപ്പോഴാണ് എനിക്ക് വശപ്പശക്ക് ഇതെന്തത് സൈഡൊക്കെ ഒരേപോലെ. അപ്പം ഞാൻ അതിനൊന്നും കൂടി കട്ട് ചെയ്ത് മേനയാക്കി എടുത്തിട്ടുണ്ട്. ഇതല്ല കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട് ദേ വരുന്നു. എങ്ങനെയുണ്ട്? നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ടീം ടു ഓർഡർ. വേണമെങ്കിൽ മതി കേട്ടോ. ചിലങ്ക് ഇഷ്ടമുള്ളവർക്ക് ആർക്കാണില്ലേ, ചിലങ്ക് ഇഷ്ടമില്ല. പക്ഷേ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഡാൻസ് ഇഷ്ടമുള്ള ആരെ ചിലങ്ക വേണ്ടെന്ന് പറയാം. വേഗം തന്നെ ടീം ചെയ്ത് ഒറ്റടാ. പിന്നെ ഇൻസ്റ്റയിൽ എടുക്കാനുള്ള കുറച്ച് ഫോട്ടോഷൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അറിയില്ല, സ്ഥിരം വീഡിയോസ് ഇടാത്ത കാരണം അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് അങ്ങോട്ട് വ്യൂസ് അങ്ങോട്ട് കയറുന്നില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് വ്യൂസ് കയറ്റി തരൂ. അപ്പം